നമസ്തേ, ഞാൻ ശിവറാം ബാബുമാർ. മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാ പേരെയും സന്തോഷപൂർവ്വം സ്വാഗതം ചെയ്യും. ഇന്ന് തൃക്കേട്ട നക്ഷത്രത്തിൻ്റെ 2025 വർഷത്തിലെ ഫലങ്ങളാണ് പറയുന്നത്. ആദ്യം ഈ നക്ഷത്രത്തിൽ ജനിച്ച പ്രമുഖരായ 2-3 വ്യക്തികളെ പരിചയപ്പെടാം. ഇന്ന് മഹാനായ ശാസ്ത്രജ്ഞൻ ആൽബർട്ട് ഐൻസ്റ്റീൻ ഈ നക്ഷത്രത്തിലാണ് ജനിച്ചത്, തൃക്കേട്ട. അതേപോലെയാണ് നമ്മുടെ ഇന്നത്തെ പ്രസിദ്ധനായ കോൺഗ്രസ് നേതാവ് രാഹുൽ ഗാന്ധി. പിന്നെ നമ്മുടെ BJPയുടെ തുടക്കക്കാരുടെ മുൻ പ്രധാനമന്ത്രി അടൽ ബിഹാരി വാജ്പേയി ഇവരെല്ലാം ജനിച്ചിരിക്കുന്നത് തൃക്കേട്ട നക്ഷത്രത്തിലാണ്. ഞാനും തൃക്കേട്ട നക്ഷത്രം 2025 ഫലങ്ങളെക്കുറിച്ചും പരിഹാരങ്ങളെക്കുറിച്ചും ലാർക്കിതാവ് പരിഹാരങ്ങളെക്കുറിച്ചും ധരിക്കേണ്ട രത്നങ്ങളെക്കുറിച്ചും കുറച്ച് നല്ല 2025 നല്ല മാസങ്ങളെപ്പറ്റി ഇവിടെ പറയുന്നുണ്ട്. അവസാനം വരെ ശ്രദ്ധിക്കണം എന്ന് ഞാൻ താല്പര്യം. തൃക്കേട്ട നക്ഷത്രത്തിൻ്റെ ദേവത എന്ന് പറയുന്നത് ഇന്ദ്രനാണ്. ഭൂതം എന്ന് പറയുന്നത് വായുവാണ്. ഇത് രണ്ടുമാണ് പ്രധാനപ്പെട്ട കാര്യം. പിന്നെ നിൽക്കുന്നത് നക്ഷത്രത്തിൻ്റെ ഗ്രഹം എന്ന് പറയുന്നത് ബുധനാണ്. ബുധനെപ്പറ്റി പറയുന്ന ബുധൻ വിദ്യ സ്വയം അഭ്യസിച്ച ആളെന്നാണ്, ഗുരുവില്ലാതെ തന്നെ ബുദ്ധിമാനായിരുന്നു. ജ്യോതിഷത്തിൽ ബുധനെ കൊണ്ട് ബുദ്ധിയെയും വിദ്യയെയും ചിന്തിക്കുന്നുണ്ട്. കൂടാതെ യുവത്വം, ബുധന് ബലമുണ്ടെങ്കിൽ ഈ നക്ഷത്രക്കാർ എന്നും കണ്ടാൽ യുവാവായി തന്നെ തോന്നും, എത്ര വയസ്സായാലും ആ ഒരു യുവത്വം നിലനിർത്തുമെന്നാണ് പറയുന്നത്. അപ്പോൾ ഇന്ദ്രനും വായുവും ബുധനും പലതരം വികാരങ്ങളെയാണ് പ്രതിനിധാനം ചെയ്യുന്നത്. ഇന്ദ്രന് അധികാരത്തിന് താല്പര്യം കൂടും, ചെറിയ ഭീരത്തെ കൊണ്ട്. അതുകൊണ്ടാണ് ഈ നമ്മുടെ ഓരോരുത്തരുടെ തപസ് മുടക്കാനായിട്ട് ഉർവശീരമ്മമാരെ അയക്കുന്ന കഥകളി വായിച്ചിട്ടുണ്ട്. സ്വന്തം സുഹൃത്തിനായിട്ട് എന്തും ചെയ്യുന്നവനും കൂടാണ് ഇന്ദ്രൻ. പഞ്ചഭൂതമായ വായുവിനൊരു പിതാവിൻ്റെ വികാരമുണ്ട്. വായു ഒരു പിതാവിനെയാണ് റെപ്രസെൻ്റ് ചെയ്യുന്നത്. പുത്രസ്നേഹവും ഒക്കെ ഉണ്ടാവും. അതുപോലെ തന്നെ പ്രതികാര ചിന്തയും കാണും. അപ്പോൾ അതൊക്കെ ഒരു പരിധിവരെ ഈ നക്ഷത്രക്കാർക്ക് ഉള്ളതാണ്. രാശിയുടെ നാഥൻ ചൊവ്വയായതിനാൽ ആരോഗ്യവും സൗന്ദര്യവും വീറും വാശിയും കൂടും. നക്ഷത്രം ബുധനായതുകൊണ്ട് ജീവിത വിജയത്തിനും ശത്രു വിജയത്തിനും ആവശ്യമായ ഉയർന്ന വിദ്യകൾ സ്വന്തമാക്കുന്നതിനും താല്പര്യമുണ്ടാവും. അതിനുവേണ്ടി അവർ പരിശ്രമിക്കും എന്നാണ് പറയുന്നത്. പിന്നെ കൂടാതെ നല്ല ബുദ്ധിയും പാണ്ഡിത്യവും നേടാൻ ശ്രദ്ധിക്കും. ചന്ദ്രൻ നീചനായതിനാൽ ഈ നാടുകാർ പലപ്പോഴും അവർ തെറ്റിദ്ധരിക്കപ്പെടുന്ന വ്യക്തിത്വങ്ങളായി മാറും. മറ്റുള്ളവർക്ക് തെറ്റിദ്ധാരണ ഉണ്ടാകുന്ന രീതിയിലുള്ള ചില പ്രവർത്തനങ്ങൾ ഇവരിലുണ്ടാവും. ആക്ച്വലി ഇവരറിഞ്ഞുകൊണ്ടായിരിക്കില്ല ചെയ്യുന്നത്, പക്ഷേ മറ്റുള്ളവർ ഇവരുടെ പ്രവർത്തനം കാണുന്നത് വേറെ രീതിയിലായിരിക്കും. നമുക്ക് പറയാമല്ലോ, അയാൾ കുറച്ച് റിസർവ്ഡാണ് എന്നൊക്കെ പറയുന്നൊരു മട്ടായിരിക്കും മറ്റുള്ളവർക്ക് ഈ നക്ഷത്രക്കാരൻ കാണുമ്പോൾ തോന്നുന്നത്. ഈ ചന്ദ്രൻ നീചനാകുന്ന ആളും കൂടാണ്. അതുകൊണ്ട് തന്നെ അർഹതപ്പെട്ട നേടിയെടുക്കാൻ കഴിവുള്ളവരാണ് ഇവർ. ഗണം ആസുരമാണ്. അതുകൊണ്ട് ആസുര ഗണത്തിൽപ്പെട്ട ഇവരെ മേധാശക്തി, പ്രായോഗിക ബുദ്ധി, സൗന്ദര്യമുള്ളവരും ആണെങ്കിലും ആരെയും ആവശ്യത്തിൽ കവിഞ്ഞ് വകവച്ച് കൊടുക്കുന്നവരല്ല. വിധേയത്വം നടപ്പിക്കാൻ ഇഷ്ടമില്ല ആരെടുത്തും. സ്വതന്ത്ര പ്രേമികളാണ്. ഇവർക്ക് വലിയ പാരമ്പര്യമൊന്നും അത്ര വലിയ വിശ്വാസമോ ഒന്നും കാര്യങ്ങളൊന്നും ഇവർക്കില്ല. ഇനി ഇവരെപ്പറ്റി പൊതുവായിട്ട് പറയുന്നത് വളരെ പ്രവർത്തന നിരതരും പ്രവർത്തനങ്ങൾ ബുദ്ധിപൂർവ്വത പ്രകടിപ്പിക്കുന്നവരായിരിക്കും. പുറമേ മനോബലം പ്രകടിപ്പിക്കുമെങ്കിലും ചഞ്ചലചിത്രം ചെറിയ തോതിൽ വീരത്തൊക്കെ ഉണ്ട്, സംശയമുണ്ടാവും. അപ്പോൾ നമ്മുടെ വലിയ ധൈര്യത്തിലൊക്കെ നിൽക്കും. നമ്മുടെ പുറത്ത് കയറാൻ വരികയാണെങ്കിൽ ഓടിയാലോ എന്നുള്ള ചിന്ത ഉണ്ടാവും. ഗൂഢശാസ്ത്രങ്ങൾ നല്ല താല്പര്യമുള്ളവരാണ്. ജ്യോതിഷം ഇങ്ങനെയൊക്കെയുള്ള ഗൂഢശാസ്ത്രങ്ങൾ കാര്യങ്ങളുടെ അടുത്തിട്ട് വരെ അന്വേഷിക്കുന്ന പ്രവർത്തകരാണ്. ചന്ദ്രന് ബലമില്ലാത്തതിനാൽ മുൻകോപവും സ്വാർത്ഥതയും കൂടും എന്നൊക്കെ പറയാം. ക്രിക്കറ്റുകാർ സ്വന്തം ഗ്രഹവും ദേശവും വിട്ട് താമസിക്കുന്നവരാണെന്നും പറയുന്നുണ്ട്. ജീവിതത്തിൽ മാറി ജോലി ചെയ്യാനും ഒക്കെ ഇവർക്കൊരു മടിയും ഇല്ലാത്തവരാണ്. ആരോഗ്യമുള്ള ഇവർക്ക് ജീവിതത്തിൻ്റെ ആദ്യഘട്ടം ക്ലേശമായിരിക്കും. ദാമ്പത്യ സുഖത്തിൽ പൊതുവെ സംതൃപ്തിയിലിരിക്കും എന്നാണ് പറയപ്പെടുന്നത്. ഇതൊക്കെ ഓരോപ്പം നമുക്ക് ജനറലായിട്ട് പറയാവുന്ന കാര്യങ്ങളാണ്. പിന്നെ കുറച്ചുകൂടെ നമ്മുടെ ചുറ്റും കാണുന്നുണ്ട്. ഞാൻ കണ്ടിട്ടുള്ള പെട്ടെന്ന് പ്രതികരിക്കും. എന്ന് അവർക്ക് ഇഷ്ടമില്ലാതെ തോന്നി അവിടെ ആലോചിച്ച് നിൽക്കിയ കാര്യങ്ങളൊന്നുമില്ല, പെട്ടെന്ന് തന്നെ അവർ പ്രതികരിക്കും. മാർഷൽ ആർട്സ് ആരോഗ്യ സംബന്ധമായ കാര്യങ്ങൾ വളരെ മിടുക്കുക. കൂടുതലും മാർഷൽ ആർട്സ്, കരാട്ടെ തുടങ്ങിയതിലൊക്കെ മിടുക്കന്മാരടിക്കും.
ഹീറോ ആവാൻ വലിയ ഇഷ്ടമാണ്, എവിടെയും പോയി ഷൈൻ ചെയ്യാനൊക്കെ വലിയ ഇഷ്ടമാണ്. അതുപോലെ തന്നെ ചില സമയത്ത് ഇറിറ്റബിളായിരിക്കും. ഇവരെ നമുക്ക് കൊണ്ടു കിടന്നാൽ നമുക്ക് ഇറിറ്റേഷൻ ഉണ്ടാകുന്ന സംസാരങ്ങൾ ചില സമയത്ത് ഉണ്ടാകാൻ ചാൻസ് ഉണ്ട്. അവരത് ഇറിറ്റേഷൻ ആകുമെന്ന് വിചാരിച്ച് പറയുന്നില്ല, പക്ഷേ അവർ പറയുന്നത് അവരുടെ ഉള്ളിൽ നിന്നും തോന്നുന്ന ആ പറയുന്ന ന്യായമായ കാര്യങ്ങളാണ് പറയുന്നത്. പക്ഷേ മറ്റുള്ളവർക്കെല്ലാം അത് കറക്റ്റായിട്ട് ചെയ്യുന്നവർ ഇഷ്ടപ്പെടണം എന്ന് നിർബന്ധമില്ല. ഇനി ഇവരുടെ 2025 കാര്യങ്ങൾ നോക്കാം. ഇപ്പോൾ കണ്ടകശനിയും 7 വ്യാഴവും റൺ ചെയ്യുകയാണ്. അപ്പോൾ കണ്ടകശനി 7 വ്യാഴം ഉള്ളതുകൊണ്ട് വലിയ കുഴപ്പമില്ലാതാണ് ഇപ്പോഴത്തെ കാര്യങ്ങൾ പോകുന്നത്. വ്യാഴദൃഷ്ടി 7 വ്യാഴം ചെറിയതൊരു രാജയോഗം അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സമയമാണ്. അപ്പോൾ മാർച്ച് 29 ആദ്യത്തെ ഗ്രഹമാറ്റം ഉണ്ടാകുന്നത്. മാർച്ച് 2025 മാർച്ച് 29 ശനി 5ലേക്കാണ് പോകുന്നത്. ഇവരുടെ സമയത്തോളം 4 നിന്ന് 5ലേക്ക് പോയാലും വലിയ വ്യത്യാസമൊന്നും വരുന്നില്ല. ഇപ്പോൾ കണ്ടകശനിയാണ് 5ലേക്ക് പോകുന്നു, അതൊരു വലിയ വ്യത്യാസമൊന്നും അവിടെ കാണിക്കുന്നില്ല. വ്യാഴം 7 നിൽക്കുകയാണ്. വ്യാഴം 7 നിൽക്കുന്നതുകൊണ്ട് വ്യാഴത്തിൻ്റേതായ ഗുണങ്ങൾ ഇവർ കിട്ടുന്നുണ്ട്. വ്യാഴത്തിൻ്റെ ദൃഷ്ടി ഉള്ളതുകൊണ്ട്, വ്യാഴം 7 വ്യാഴം ഉള്ളതുകൊണ്ട് വളരെ കുഴപ്പമില്ലാതെ ഒരു തരത്തിൽ സന്തോഷപരമായിട്ടാണ് ഇപ്പോൾ പോകുന്നവരാണ് കാണിക്കുന്നത്. അത് 2025 മെയ് 15 വ്യാഴം 8ലേക്കും അഷ്ടമത്തിലേക്കും വ്യാഴം മാറും. അത് തൊട്ട് പിന്നീടുള്ള മെയ് 15 ശേഷമുള്ളൊരു ഈ 2025 മെയ് 15 ശേഷമുള്ളൊരു 6.5 മാസം അത്ര അനുകൂലമല്ല. ഇപ്പോഴത്തെ ഒരു ഈസിനെസ് ഉണ്ടാവില്ല, കുറച്ചുകൂടെ ടഫാവും കാര്യങ്ങൾ പ്രതീക്ഷിച്ചത്. അതുകൊണ്ട് അതാണ് ഇതിനകത്ത് വരുന്ന ഒരു സംഭവം. അതുകൊണ്ട് എന്ത് ചെയ്യണം, നമ്മുടെ വർഷം ഈ 2025 എന്ന് പറയുന്നത് മെയ് 15 വരെ ഉള്ളൂ എന്നങ്ങ് വിചാരിക്കുക. എന്നിട്ട് കാര്യങ്ങൾ നല്ല വളരെ സ്പീഡായിട്ട് കാര്യങ്ങൾ ചെയ്യുക, വേഗത ചെയ്യുക. മെയ് 15 ശേഷമുള്ള റിസ്ക്കുള്ള മാറ്റേഴ്സ് ഒന്നും എടുക്കാതിരിക്കുക. ചികിത്സ ഉൾപ്പെടെ എല്ലാ കാര്യങ്ങളും നേരത്തെ ചെയ്യാനൊക്കെ ശ്രമിച്ച് മുൻകൂറായിട്ട് കാര്യങ്ങളൊക്കെ ചെയ്യുക എന്നാണ് പറയുന്നത്. ഏതൊക്കെ ആൾക്കാർക്കാണ് ഇതുകൊണ്ടുള്ള ഗുണങ്ങൾ നോക്കാം. കെമിക്കൽസുമായിട്ട് ബന്ധപ്പെട്ട് വർക്ക് ചെയ്യുന്നവർ, പ്രസ്, പബ്ലിക്കേഷൻസ്, ടെക്സ്റ്റൈൽ, തുണി വിൽക്കുന്നവർ, തുണി മില്ലുമായിട്ട് ബന്ധപ്പെട്ടവർ, കനാൽ പണിക്കാർ, നമ്മുടെ കപ്പൽ ജോലിക്കാർ, നേവി, അങ്ങനെയൊക്കെയുള്ള ആൾക്കാർ, തെർമൽ സ്റ്റേഷൻസ്, ഇലക്ട്രിസിറ്റി, KSEB, ഇലക്ട്രിസിറ്റി ബോർഡ്, പവർ ഹൗസ്, തെർമലുമായിട്ട് ബന്ധപ്പെട്ട ആൾക്കാർ, മ്യൂസിക് ഇൻസ്ട്രുമെൻറ്റ്സ്, ആർട്സ് ഉള്ള ആൾക്കാർ, ഇൻഷുറൻസ് ഫീൽഡിലുള്ളവർ, സർജൻസ്, ഡോക്ടേഴ്സ്, പിന്നെ ടോണിക് മെഡിക്കൽസ്, കെമിക്കൽസ് വരുന്നതാണെങ്കിലും ഡ്രഗ്സ് ആൻഡ് ഫാർമസ്യൂട്ടിക്കൽസ് എല്ലാം വരും ഇതിനകത്ത്. നേവി വരും, അക്കൗണ്ടൻസ്, ചാർട്ടേഡ് അക്കൗണ്ടൻസ്, ടാക്സ് പ്രാക്ടീഷണേഴ്സ് എല്ലാം വരും. അഡ്വർടൈസ്മെൻറ്റ്സ്, പമ്പ് സെറ്റുമായിട്ട് ബന്ധമുള്ളവർ, സാനിറ്ററി വർക്ക് ചെയ്യുന്നവർ, ജയിലുമായിട്ട് ബന്ധപ്പെട്ട ആൾക്കാർ, ഇങ്ങനെയുള്ള ആൾക്കാർക്കാണ് ഇവർക്കെല്ലാം ഈ മെയ് 15 വരെ വളരെ അനുകൂലമായി. ഇത് ഞാൻ എടുത്തു പറഞ്ഞു എന്നുള്ള കുറച്ച് കാര്യങ്ങൾ എല്ലാ പേർക്കും. പക്ഷേ ഈ തൃക്കേട്ട നക്ഷത്രത്തിലുള്ള എല്ലാ പേർക്കും മെയ് 15 വരെ അനുകൂലമായ സമയമാണ്. അത് കഴിഞ്ഞാൽ അത്ര ഈ അനുകൂലാവസ്ഥ കണ്ടിന്യൂ ചെയ്യാൻ ബുദ്ധിമുട്ടുണ്ടാവും എന്നേ നമുക്ക് പറയാൻ പറ്റുള്ളൂ. ഇത് ലേഡീസിനായാലും വീട്ടമ്മമാർക്കായാലും ഒക്കെ ഉണ്ടാവും. വീട്ടമ്മമാർ കുറച്ചുകൂടെ ശ്രദ്ധിക്കണം. കുറച്ചൊക്കെ വിധേയത്വം കാണിച്ചില്ല എന്നുണ്ടെങ്കിൽ വഴക്കുകളുണ്ടാവും. ഈ കഴിഞ്ഞാൽ മെയ് 15 കഴിഞ്ഞും ഉള്ള സമയം വളരെ മോശമായിരിക്കും എന്ന് ഞാൻ പറയുന്നില്ല. തന്ത്രപൂർവ്വം ഹാൻഡിൽ ചെയ്തിരിക്കുന്നു. കാര്യം ഈ തൃക്കേട്ട നക്ഷത്രത്തിൽ ഒരുപാട് തന്ത്രങ്ങളൊന്നും അവർ പ്രയോഗിക്കുന്ന ആൾക്കാരല്ല. അവർക്ക് വെട്ടൊന്ന് തുണ്ടൻ രണ്ടെന്നൊക്കെ പറയുന്ന ആ ടൈപ്പാണ്. അത് സ്ത്രീകളായാലും പുരുഷന്മാരായാലും കുട്ടികളായാലും മുതിർന്നവരല്ല അതേപോലെ തന്നെ പെട്ടെന്ന് പ്രതികരിക്കും. പെട്ടെന്ന് രോഗങ്ങൾക്ക് അടിമയാകുന്നവരുമല്ല. പൊതുവെ ഒരു ജനനസമയം തൊട്ടേ ഒരു ഇമ്മ്യൂണിറ്റി കീപ്പപ്പ് ചെയ്യുന്നവരാണ്. ജാതകത്തിൽ അത്ര വലിയ മോശമാണെങ്കിൽ മാത്രമേ ഉള്ളൂ. പിന്നെ കുട്ടിക്കാലത്തൊന്നും വലിയ ഗുണങ്ങൾ അനുഭവിച്ചിട്ടുള്ളവരല്ല. അതുകൊണ്ട് അവർ ഒരു കഠിന ഹൃദയരാകാനുള്ള കാരണം ഇവരുടെ കുട്ടിക്കാലത്തുള്ള കഠിനമായ പ്രവൃത്തിയുടെ ഭാഗമാണ്. അതുകൊണ്ട് അതാണ് ഇതിൽ വരുന്ന കാര്യങ്ങൾ. മുതിർന്നവരൊക്കെ വളരെ ശ്രദ്ധിക്കണം. ഇപ്പോൾ അവർക്കൊന്നും ഇപ്പോഴും തന്നെ കണ്ടകശനി നിൽക്കുന്നതുകൊണ്ട് തന്നെ 7 വ്യാഴം ഉണ്ടെങ്കിലും കണ്ടകശനി നിൽക്കുന്നുണ്ട്. കുറച്ച് പ്രയാസപ്പെട്ട സമയമാണ്. വീട്ടമ്മമാർക്ക് മക്കളെ കൊണ്ടുള്ള പ്രയാസങ്ങൾ ഒക്കെ ഉണ്ടാകും. അത് പ്രത്യേകിച്ചും അടുത്ത വർഷമൊക്കെ അത് കൂടുതലായിരിക്കും. അതുകൊണ്ട് അവരെയൊക്കെ ഇപ്പോഴേ നല്ല രീതിയിൽ ഹാൻഡിൽ ചെയ്യേണ്ടിയിരിക്കുന്നു. വിദ്യാർത്ഥികൾക്കെല്ലാം അനുകൂലമായ സമയമാണ്. അവർക്ക് ആൾറെഡി പിന്നെ ശനി 4-ലും ഇനി 5-ലും ഒക്കെ വരുന്നുണ്ട്. അവരെ സംബന്ധിച്ചിടത്തോളം പഠിത്തത്തിൻ്റെ സമയം തന്നെയാണ്, ടെൻഷനുള്ള ഒരു സമയം തന്നെയാണ്. അവർക്ക് ഒരുപാട് ജോളിനെസ് ഒന്നും കിട്ടാൻ ചാൻസ് ഇല്ല. അപ്പോൾ ഇതൊക്കെയാണ് പറയുന്നത്. അതുകൊണ്ട് കഴിയുന്നത്ര കാര്യങ്ങൾ നേരത്തെ ചെയ്തെല്ലാം തീർക്കാനായിട്ട് ശ്രമിക്കുക. അടുത്ത വർഷം 5-ലെ ശനിയും 4-ലെ 8-ലെ വ്യാഴം ഒന്നും വലിയ ഗുണങ്ങൾ ചെയ്യുന്നില്ല. അപ്പോൾ നമുക്ക് ആത്മീയസംയമനം പാലിച്ച്
തന്ത്രപൂർവ്വം കാര്യങ്ങൾ നീട്ടുക. ആത്മസംയമനവും തന്ത്രവും നിങ്ങൾക്ക് അധികം വേണ്ടെങ്കിലും നിങ്ങളത് പഠിക്കേണ്ടിയിരിക്കുന്നു. അതിൽ കൂടുതൽ സ്ട്രോങ്ങായി മൂവ് ചെയ്യേണ്ടിയിരിക്കുന്നു. ഇന്ന് അതിനൊക്കെ ഒരുപാട് ആധുനിക ലോകത്ത് ഒരുപാട് അതിനൊക്കെ പഠിച്ചു തരാനുള്ള ആൾക്കാരും ഒക്കെ ഇന്ന് ധാരാളമായിട്ടുണ്ട്. ഇനി ഞാൻ കുറച്ച് നല്ല മാസങ്ങൾ പറയാം. നമുക്ക് തൊഴിൽ സംബന്ധമായും പിന്നെ നമ്മുടെ വാഹനങ്ങൾ മേടിക്കുന്നതിനും അല്ലെങ്കിൽ വസ്തുക്കളുമായിട്ടുള്ള ബന്ധക്കാട്ടുകൾ ഇങ്ങനെയുള്ള കാര്യങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന നല്ല മാസങ്ങൾ പറയാം. ജാനുവരി 15 തൊട്ട് ഫെബ്രുവരി 15 വരെയുള്ള ആ കാലഘട്ടം വളരെ മകരമാസമാണ്. അനുകൂലമായ കാര്യങ്ങൾ ചെയ്യാൻ പറ്റും. ഏപ്രിൽ 15 തൊട്ട് മെയ് 15 വരെ മേടമാസവും അനുകൂലമായ മാസമാണ്. പിന്നെയുള്ളത് ആഗസ്റ്റ് 15 തൊട്ട് ഒക്ടോബർ 15 വരെയുള്ള 2 മാസവും ഇങ്ങനെയുള്ള ഇതൊക്കെ സൂര്യൻ്റെ വെച്ചിട്ട് പറയുന്നതാണ്. 2 മാസവും നിങ്ങൾക്ക് അനുകൂലമായ മാസങ്ങളാണ്. ആ സമയത്ത് കാര്യങ്ങൾ മൂവ് ചെയ്യുക. രത്നങ്ങളുടെ നിർദ്ദേശം പറയുകയാണെങ്കിൽ നിങ്ങൾക്ക് ഏറ്റവും സൂട്ടബിളായ രത്നം എന്ന് പറയുന്നത് പിന്നെ ചൊവ്വയുടെ ചുവന്ന പവിഴമാണ്, റെഡ് കോറൽ. അതാണ് ഏറ്റവും നല്ലത്. പിന്നീട് വരുന്നത് ചന്ദ്രൻ്റെ രത്നമായ മൂൺ സ്റ്റോൺ. അതേപോലെ തന്നെ പ്രാധാന്യമുണ്ട് വ്യാഴൻ്റെ രത്നമായ മഞ്ഞപുഷിര അഥവാ യെല്ലോ സഫയർ. ഇത് മൂന്നുമാണ്. നമ്പർ 1 എന്ന് പറയുന്ന ഇതാണ് റെഡ് കോറലാണ്. നമ്പർ 2 മൂൺ സ്റ്റോണാണ്. നമ്പർ 3 യെല്ലോ സഫയറാണ്. ജ്യോതിഷിയുടെ സഹായത്തോടുകൂടി കറക്റ്റായിട്ട് സെലക്ട് ചെയ്യുന്നതായിരിക്കും നല്ലത്. ഇത് ഞാൻ നക്ഷത്രം വെച്ച് പറയുന്നതാണ്. ജ്യോതിഷി നോക്കുമ്പോൾ ലഗ്നമാണ് നോക്കുന്നത്, ജനന സമയം വെച്ച് ആ പറയുന്നതായിരിക്കും കുറച്ചുകൂടെ കറക്റ്റ്. ഇത് ജനറലായിട്ട് പറയുന്ന കാര്യങ്ങളാണ്. പിന്നീട് എനിക്ക് പറയാനുള്ള ഒരു പരിഹാരങ്ങളാണ്. തൃക്കേട്ട നക്ഷത്രക്കാർ പതിവായി ബുധൻ്റെ ദേവതകളായ വിഷ്ണുവിൻ്റെ അവതാര ദേവതകളായ ശ്രീകൃഷ്ണൻ, ശ്രീരാമൻ തുടങ്ങിയ ദേവതകളെ ഭജിക്കുന്നത് ഉത്തമമാണ്. തൃക്കേട്ടയും ബുധനാഴ്ചയും തൃക്കേട്ടയും ഒത്തുവരുന്ന ദിവസം സവിശേഷ പ്രാർത്ഥനയോടുകൂടി വ്രതം, മറ്റ് ദോഷപരിഹാരങ്ങൾ എന്നിവ അനുഷ്ഠിക്കണം. കൂടാതെ സർപ്പക്ഷേത്രങ്ങളും സന്ദർശിക്കുന്നത് ഉത്തമമാണ്. പച്ച, വെള്ള നിറമുള്ള വസ്ത്രങ്ങൾ ധരിക്കുന്നതായിരിക്കും ഏറ്റവും നല്ലത്. എന്നിവ ഇതിൻ്റെ കാര്യങ്ങൾ ആണ് ഇത് പറയുന്നത്. പിന്നെ ഞാൻ പറയാം ലാൽ കിതാബ് പരിഹാരങ്ങളാണ്. ലാൽ കിതാബ് എന്നും പറയുന്ന ഒരു ശാഖയുണ്ട്, നോർത്ത് ഇന്ത്യയിലൊക്കെ അനുഷ്ഠിക്കുന്നതാണ്. ഇവിടെയും ഉണ്ട്. ഞാൻ മുമ്പ് എൻ്റെ പല വീഡിയോകളിൽ അത് പറയുന്നുണ്ട്. അതിന് ഞാൻ പറയാം. ലാൽ കിതാബ് പരിഹാരങ്ങൾ രസകരമായ പരിഹാരങ്ങളാണ്. ചിലവ് കുറഞ്ഞ് അനുഷ്ഠിക്കാൻ പറ്റുന്നവയാണ്. പച്ച വസ്തുക്കൾ ദാനം ചെയ്യുകയോ ഒഴുക്ക് വെള്ളത്തിൽ ഒഴുക്കുകയോ ചെയ്യുക. പച്ച വസ്തുക്കൾ, തത്ത, ആട് എന്നിവയെ പരിപാലിക്കുക. തത്തയും ആടും. ബെൽറ്റ് ഉപയോഗിക്കുക, ലെതർ ബെൽറ്റ് ഉപയോഗിക്കുക എന്ന് പറയുന്നത്. കസിൻ തുടങ്ങിയ ബന്ധുക്കൾ, സഹോദര കസിൻസിനെയൊക്കെ നമ്മൾ സഹായിക്കുക. വെള്ളി മോതിരം ധരിക്കുക, വെറും വെള്ളി മോതിരം. മഴവെള്ളം ടെറസിൽ സൂക്ഷിക്കുക. മണിപ്ലാന്റ്, വലിയ ഇലകളുള്ള ചെടികൾ എന്നിവയും വളർത്തരുത്. മണിപ്ലാന്റും വലിയ ഇലകളുള്ള ചെടികൾ വളർത്താൻ പാടില്ല എന്നാണ് പറയുന്നത്. വാഗ്ദാനങ്ങൾ പാലിക്കുക. നമ്മൾ ആർക്കെങ്കിലും വാഗ്ദാനം പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് നമുക്ക് പാലിക്കണം. പിന്നെ ഉള്ളത് നായ്ക്കളെ വീട്ടിൽ വളർത്തണം എന്നാണ് പറയുന്നത്. ഇതൊക്കെയാണ് ഇതിൽ പറയുന്ന കാര്യങ്ങൾ. എല്ലാവർക്കും ഈ പറഞ്ഞതുപോലെ ഒരു നല്ല 2025 വർഷം ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം.